ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 9:34 നിങ്ങൾക്ക് ടൈം നോക്കിയാൽ കാണാൻ പറ്റും. 9:34 ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് 54,400ൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്, ഒരു 175 ക്വാണ്ടിറ്റി. ഞാൻ സ്റ്റോറി ഇട്ട പോലെ എൻ്റെ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ മാർക്കറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഞാൻ അവിടെ തൊട്ടേ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് വേണം ട്രേഡിൻ്റെ പ്ലാൻ നോക്കാൻ വേണ്ടി. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഇപ്പോൾ ഒരു ചെറിയൊരു 1000 റുപ്പീസിൻ്റെ ഒരു ലോസ് റൺ ചെയ്യുന്നതുകൊണ്ട് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഏകദേശം ഒരു 2000 റുപ്പീസിന് അടുപ്പിച്ചുള്ളൊരു സ്റ്റോപ്പ് ലോസും ഒരു ഇൻഫിനിറ്റി ടാർഗറ്റുമാണ് ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും റിസ്ക് എടുക്കേണ്ട, നമുക്ക് എഗനിസ്റ്റും മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് വായിച്ചേക്കാം. നമുക്ക് കിട്ടിയ എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 542.83 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 532ഉം 530 ട്രിഗർ വന്നിട്ട് 533 നമ്മളുടെ ട്രിഗറും സ്റ്റോപ്പ് ലോസും കൂടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് കോസ്റ്റ് എന്ന് തന്നെ പറയാം. കോസ്റ്റിൽ തന്നെ ഇപ്പം മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 9:35 ആയിട്ടുള്ളൂ. നമ്മളുടെ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഒരു 8,000+ നമ്മളുടെ ഒരു സ്ഥിരം അച്ചീവ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റ്ലി കൊണ്ട് വച്ചേക്കാം. പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല. സോ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് അനുസരിച്ച് ട്രെയിലിൽ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതല്ല, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ട്രേഡും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഈ ട്രേഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് തന്നെ പറയാം, ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ ഇനി അപ്ഡേറ്റ്. ട്രേഡേഴ്സ്, ഞാൻ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഒന്നും കൂടെ എൻട്രി എടുത്ത് ഞാൻ റെക്കോർഡ് ഓണാക്കാൻ കുറച്ച് ലേറ്റായി പോയതാ. ഇപ്പോൾ നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് ഏകദേശം ഒരു 3,000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ആവറേജ് ബൈയിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 545.92. സോ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു ഫോളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ സൈഡ് ഫോൾ ആയിരിക്കണം വരേണ്ടതെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഒരു 3,000 ഇപ്പോൾ ഒരു 3,000 4,000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ആ ഒരു ഏരിയയിൽ വെച്ചാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയേക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ടാർഗറ്റ്, ഈ ഒരു ഏരിയയിലാണ് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മളിനിയിപ്പോൾ ലോസ് ബുക്ക് ചെയ്യുന്നില്ല ഈ ട്രേഡിൽ. നമ്മളുടെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പും അല്ല യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഒരു 5,000+ ഒരു പ്രോഫിറ്റ് കാണിച്ചു, 2,000 ലോസിനെ റിക്കവർ ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം ഒരു 6,000 7,000 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു 1,000 റുപ്പീസോ വല്ലതും പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എത്തുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് ഇവിടെ 5 മിനിറ്റിൻ്റെ ഒരു പാറ്റേണിനും കൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ 1 2 3 ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ, അതിൻ്റെ ബ്രേക്ക് ഔട്ട്, അതിൻ്റെ റീടെസ്റ്റ് കാണാം. പക്ഷേ ഒരു 1000 റുപ്പീസ് അത് കഴിഞ്ഞ് താഴത്തോട്ട് വരാനാണ് ചാൻസ്. നമ്മൾ 1000-ൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത്. ഏതായാലും നമ്മളുടെ പ്ലാനിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു 1K 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഏതായാലും പ്ലാൻ അനുസരിച്ച് തന്നെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 3000+ൻ്റെ 2500 അത്യാവശ്യം പ്രോഫിറ്റ് കുറയുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. ഏതായാലും ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, അടുത്ത ഒരു ട്രേഡിൽ കൂടി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ നെഗറ്റീവാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ട്രേഡിൽ എൻട്രി എടുത്തത് ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്തത്. എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി നമുക്ക് എഗനിസ്റ്റ് ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ളൊരു മാർക്കറ്റായിരുന്നു. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം, നേരത്തെ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് ഹിറ്റ് ആയതിനു ശേഷമാണ് അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, കണ്ടിന്യൂസ്ലി നമ്മൾ വെയിറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, എനിവൈസ് ഞാൻ അവിടുന്ന് കണ്ടിന്യൂസ് ഒരു ഫോൾ വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ അത്രയും വെയിറ്റ് ചെയ്തത്. ഇവിടെ ജസ്റ്റ് ഒരു 41-42 പോയിൻറ്റ്സിൻ്റെ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടേ ഉള്ളൂ. ഇനി കണ്ടിന്യൂസ്ലി ആണെങ്കിൽ കൂടി വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ല, ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രം, ഒരു 100 പോയിൻറ്റ്. അയ്യോ, പറഞ്ഞു തീർന്നതിന് മുന്നേ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. നമുക്ക് മാനുവലി എക്സിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിന് മുന്നേ. ഓക്കെ, ഏതായാലും ഒരു ഓവറോൾ ഒരു 2000+ൻ്റെ ഒരു ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ്, ഞാൻ അടുത്ത ഒരു ട്രേഡിലും കൂടി എൻട്രി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രേഡ് ആയിരിക്കും. ഇതിലൊരു ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000, ഓവറോൾ ഒരു 5000. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു ഇന്ന് ബുക്ക് ചെയ്യേണ്ടിയിരുന്നത്. കുറച്ച് കൺവിക്ഷൻ കൂടിപ്പോയതിൻ്റെ കൂടുതലായിപ്പോയി. കാരണം ആ ഒരു ട്രിപ്പിൾ ബോട്ടം ഒക്കെ ഫോം ചെയ്തപ്പോഴത്തേക്കും അവിടുന്ന് മാർക്കറ്റിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചേനെ. എഗെയിൻ അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി എടുത്തപ്പോൾ തന്നെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ലോസും കൂടെ കാണിക്കുന്നുണ്ട്. ഒരു 3000 അടുപ്പിച്ച് ലോസ് കാണിക്കുന്നുണ്ട് ഓവറോൾ ഈ ഒരു ട്രേഡിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഒരു 1000 റുപ്പീസ് 900 അതിനടുപ്പിച്ചാണ് ലോസ് കാണിക്കുന്നത്. ഈ ഒരു ഓവറോൾ ഒരു 6000 ആയിരിക്കും നമ്മൾ ഈ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെയിലി ലോസ് ലിമിറ്റും എത്തി. നമുക്ക് ഓവറോൾ ഒരു 5000-ൻ്റെ ആയിരിക്കും നമ്മളിന്ന് ലോസ് ബെയർ ചെയ്യുക. കാരണം ഫസ്റ്റ് ട്രേഡ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. ഇതിലൊരു ഏകദേശം അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. 5000+ൻ്റെ ഒരു ലോസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിന് ഇവിടുന്ന് ജസ്റ്റ് ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ജസ്റ്റ് മേളിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അത് ഇവിടെ നിന്ന് റിവേഴ്സായി താഴത്തേക്ക് വരും എന്ന്. കാരണം നമ്മൾ എൻട്രി എടുക്കാൻ കാത്തിരിക്കുമായിരുന്നു മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് പോകാൻ. പിന്നെ അവിടുന്ന് റാൻഡംലി എക്സിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മളുടെ ഒരു പ്രോപ്പർ ടാർഗറ്റ്, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്തതിന് ശേഷം പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും കണ്ടിന്യൂസ്ലി മാർക്കറ്റ് എടുത്തതിന് ശേഷം നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാൻ ട്രേഡേഴ്സ് 550-ഉം 551-ഉമാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. സോ ജസ്റ്റ് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, പ്ലേസ് ചെയ്തേക്കാം. നേരത്തെ ട്രേഡ് നിങ്ങളൊന്ന്, ഞാനത് അത്രയും സമയം നമുക്ക് വീഡിയോക്കകത്ത് തരാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്. നേരത്തെ നമ്മളെടുത്ത ആ ഒരു ട്രേഡ് നമ്മൾ 1000 ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പെടയെന്നും പറഞ്ഞായിരുന്നു താഴത്തേക്ക് വന്നത് സെക്കൻഡ് ട്രേഡ്. അത് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് കണ്ടിന്യൂസ് മൊമെൻറ്റം താഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് മാർക്കറ്റ് മേലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് നമ്മളുടെ ഒരു സെറ്റപ്പും അതാണല്ലോ. ഓവറോൾ ആ ഒരു പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തത്. എനിവേയ്സ്, ഇതൊരു പ്രോഫിറ്റാണോ ലോസാണോ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു റിജക്ഷനും കൂടെ വരുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയായിരിക്കും.
ട്രേഡേഴ്സ് ബാഡ് ലക്ക്. ഇത് അടുത്തത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും ട്രേഡുകളൊന്നും എടുക്കുന്നില്ല. ഓവറോൾ നമ്മളൊരു 5000 പ്ലസിൻ്റെ ഒരു ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.